Join the legacy of excellence at Little Flower Engineering Institute, Kalamasheri, offering NCVT and ATP courses. Little Flower Engineering Institute, Kalamasheri. യുഎസിന്റെ വൈറ്റ്മാൻ എയർബേസിൽ നിന്നും പുറപ്പെട്ട B-2 ബോംബർ ഇതുവരെയും ഇറാനിലേക്കുള്ള ആക്രമണത്തിന് ശേഷം തിരിച്ചു വന്നിട്ടില്ല എന്നുള്ളത് യുഎസിനെ ഏറ്റവും അധികം വിരളി പിടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും ഹൈ ഫെസിലിറ്റിയുള്ള മറ്റു രാജ്യങ്ങൾക്കൊന്നും തന്നെ ആ നിർമ്മാണ ചെലവുമായി ബന്ധപ്പെട്ട കാര്യം നോക്കുമ്പോൾ അത് താരതമ്യം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എന്ന് യുഎസ് അവകാശപ്പെടുന്നു. B-2 ബോംബർ ഒരെണ്ണം നിർമ്മിക്കണമെങ്കിൽ $20 ബില്യൺ കൂടുതൽ പണച്ചെലവുണ്ട്. അത്രയധികം മെയിൻ്റെനൻസ് കോസ്റ്റ് ഉള്ള B-2 ബോംബറാണ് ഇറാന്റെ സമ്പുഷ്ടീകരണ കേന്ദ്രം ആക്രമിക്കാൻ തങ്ങൾ ഉപയോഗിച്ചത് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. എന്നാൽ ആ B-2 ബോംബർ ഇതുവരെയും തിരികെ എത്തിയിട്ടില്ല. ആ ജെറ്റ് ഇതുവരെയും തിരിച്ച് എയർബേസിലേക്ക് വന്നിട്ടില്ല. വൈറ്റ്മാൻ എയർബേസിൽ ഇപ്പോൾ ആകെ പരിഭ്രാന്തിയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനെതിരെയുള്ള ഈ പോരാട്ടം എന്തുകൊണ്ടാണ് താൽക്കാലികമായ വെടിനിർത്തലിലേക്ക് വന്നത്? എന്തുകൊണ്ടാണ് ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പുതിയൊരു മാർഗനിർദ്ദേശം നടപ്പിലാക്കിക്കൊണ്ട് പുതിയ ഒരു ഡീലിലേക്ക് എത്തണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നത്? കാരണം ഇറാന്റെ ചെറുത്തുനിൽപ്പ് അവരെല്ലാം പ്രതീക്ഷിച്ചതിനേക്കാൾ അധികമായിരുന്നു. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ മണ്ടൻ തീരുമാനമായിരുന്നു പ്രത്യക്ഷത്തിൽ കയറി ആക്രമിച്ചുകൊണ്ട് ഇറാനെ കീഴ്പ്പെടുത്തിക്കളയാമെന്ന് വിചാരിച്ചത്. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ തകർക്കാൻ വേണ്ടി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് കൊടുത്ത പ്രത്യാക്രമണം എന്നത് ഇസ്രായേലിന്റെ നട്ടലെ തന്നെ ഒടിച്ചു എന്ന് വേണം പറയാൻ. അതിനു സഹായകമായി ബങ്കർ ബസ്റ്റർ ബോംബുകൾ അമേരിക്ക ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും B-2 ബോംബറുകളുടെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ ഒന്നും തന്നെ വിലയിരുത്തപ്പെടുന്നില്ല. അത് കാണാതായോ അതോ ഇറാൻ നശിപ്പിച്ചോ അല്ലെങ്കിൽ എവിടേക്കോ മാഞ്ഞു? ഇതിനെക്കുറിച്ചൊക്കെ യുഎസിന് ഇപ്പോൾ വലിയ ചോദ്യങ്ങളാണ്. ഡൊണാൾഡ് ട്രംപിന് പല കാര്യങ്ങളിലും വ്യക്തമായ ഒരു ഉത്തരം പോലും പറയാൻ കഴിയുന്നില്ല. കാരണം ട്രംപിനറിയാം ഇറാനെതിരെ കളിച്ചതിന് കിട്ടിയിരിക്കുന്ന പ്രത്യാക്രമണം എന്ന് പറയുന്നത് ഇസ്രായേലികൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഇസ്രായേലികളെ ആർക്കും തകർക്കാൻ കഴിയില്ല. അയൺ ഡോമിന്റെ കീഴിൽ അവർ സേഫാണ് എന്ന് വിചാരിച്ചാണ് ഇത്രയും കാലവും ജീവിച്ചു പോന്നത്. എന്നാൽ അങ്ങനെയല്ല. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ അയൺ ഡോമുകൾ പലതും പലയിടത്തും വിള്ളൽ വീണു തകർന്നു എന്നത് അവരെ വളരെയധികം വിരളി പിടിപ്പിച്ചിരിക്കുകയാണ്. ആ രാജ്യത്ത് ജീവിക്കുന്നത് ഇനി സേഫല്ല. ഇസ്രായേലിനെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കാൻ ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടുപിടിച്ച് ഇറാൻ ഒരു ഡീലുണ്ടാക്കിയാൽ ഇസ്രായേലിന്റെ കഥ കഴിയുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. അഹങ്കാരം കാണിക്കുന്നതിന് മറുപടി കൊടുത്തേ മതിയാവൂ. ഹമാസിനെയും അതുപോലെ ഹിസ്ബുള്ളയെയും ആക്രമിക്കുന്ന ലാഘവത്തോടുകൂടി ഇറാനെ കയറി ചൊറിഞ്ഞതിന് കിട്ടിയ പ്രത്യാക്രമണമെന്നത് ചിന്തിക്കുന്നതിനും അപ്പുറമായിരുന്നു എന്ന് ഇസ്രായേലിന് മനസ്സിലായിരിക്കുന്നു.